നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി കൂടിയായ CPI ദേശീയ നേതാവ് ആനി രാജ ആവർത്തിച്ച് പറയുമ്പോഴും ഉറപ്പില്ലാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വയനാട്ടിൽ CPI സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്ന ചോദ്യത്തിന് LDF ഒപ്പത്തിനൊപ്പമുള്ള പ്രചരണമാണ് നടത്തുന്നതെന്നായിരുന്നു മറുപടി. കൊല്ലം പ്രസ് ക്ലബ് മുഖാമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയിക്കുമോ എന്ന് ആവർത്തിച്ചതോടെ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് വ്യക്തമായ ഉത്തരം നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ കോൺഗ്രസ് പോലും ഉയർത്തി കാണിക്കുന്നില്ല. പ്രധാനമന്ത്രി ആരെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ ആദ്യം ഖാർഗെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. രാഹുലിന് ബുദ്ധി കുറവാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ ആശയ അടിത്തറ രാഹുൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് കാരണം ബുദ്ധിയില്ലാത്ത കേരളത്തിലെ ചില നേതാക്കന്മാരാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുലിനും ഉണ്ടായില്ല. അവസരവാദ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെന്നും ബിനോയ് വിശ്വം പറയുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തുവരുന്ന സർവേ ഫലങ്ങളെല്ലാം പണം നൽകിയുള്ളതാണ്. എല്ലാം കണ്ണുവെട്ടന്റെ മാങ്ങയേറ് പോലെയാണ്. അതിനാൽ ആശങ്കയില്ലെന്നും CPM വിശ്വസിക്കുന്നത് ജനങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള ഫലങ്ങളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തൃശൂർ പൂരം നടത്തിപ്പിനിടെയുണ്ടായ പ്രശ്നങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ വാദം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ. ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് വിവാദ നടപടി എടുപ്പിച്ചതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായ വീഴ്ചയ്ക്ക് ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വമില്ലേ എന്ന അതിന് ഉദ്യോഗസ്ഥന് പിന്നിൽ ആരെന്ന് വ്യക്തമാക്കണമെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ തൃശൂർ പൂരത്തെക്കുറിച്ച് കൊല്ലത്ത് ഇത്രയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം വിഷയം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഏതായാലും തൃശൂർ പൂരത്തെ സംബന്ധിച്ചാണെങ്കിലും CPIയുടെ വിജയത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ വലിയ ആശങ്ക അദ്ദേഹത്തിനുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും പരാജയം ഉറപ്പിച്ചു തന്നെയാണ് ആനി രാജ അവിടെ മത്സരിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയും. രാഹുൽ ഗാന്ധിയെ ഇനി ആനി രാജ കൂടി അവിടെ നിന്ന് ഓടിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഒരു സ്ഥലവും ഇല്ലാതെ വരും. ഇറ്റലിയിൽ പോയി മത്സരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി. ഇറ്റലിയിൽ പോയാൽ അവിടെ വിജയിക്കുമോ എന്നറിയില്ല. ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രത്യേകിച്ച് ഈ നെഹ്റു കുടുംബത്തിന്റെ പിൻബലമൊന്നുമില്ലല്ലോ. സോണിയാഗാന്ധി പണ്ട് എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത് നമുക്ക് എവർക്കും അറിയാം. അതുകൊണ്ട് ഇറ്റലിയിൽ പോയാൽ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ജയിച്ച് മത്സരിക്കാനുള്ള ഒരു നില ഇപ്പോൾ രാഹുലിനില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമേഠി, റായ്ബറേലിയും അടക്കം നെഹ്റു കുടുംബം കൈവശം വെച്ചിരുന്ന എല്ലാ മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ആകെയുള്ളത് വയനാടാണ്. വയനാട് കൂടി കഴിഞ്ഞാൽ സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ സ്ഥലമില്ലാതെ ഇനിയും എന്ത് ചെയ്യുമെന്ന് ഒരു ഊഹമില്ലാതെ നടക്കുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്കോ രാഹുൽ ഗാന്ധി പോകാനുള്ള സാധ്യതകളാണ് കൂടുതലായും കാണുന്നത്.